നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനങ്ങളുടെ കൂളൻ്റ് ലെവൽ ചെക്ക് ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ്. പല വാഹന ഉടമകളും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ കാണുന്ന റിസർവ് ടാങ്ക്. എല്ലാ വാഹനത്തിലും ഇതുപോലെ റിസർവ് ടാങ്കുണ്ട്. റിസർവ് ടാങ്കിൻ്റെ ഭാഗത്ത് ഒരു പക്ഷേ കുറഞ്ഞിരിക്കുന്ന സമയത്ത് കൂടുതൽ ഒഴിക്കുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ വീഡിയോ കാണുന്ന പലർക്കും തോന്നാം ഇതെന്തുകൊണ്ട് ഇത്രയും കൂടുതൽ ഒഴിച്ചിരിക്കുന്നു എന്ന് തോന്നാം. ഒരിക്കലും ഇത് കൂടുതൽ ഒഴിച്ചതല്ല, എയർ സർക്കുലേഷൻ്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് കയറി നിൽക്കുന്നതാണ്. ഇത് കൂടുതൽ ഒഴിച്ചതല്ല. ചൂടായി നിൽക്കുന്നതുകൊണ്ട് തുറക്കാനും പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ തുറന്ന് കാണിച്ചു തന്നിരുന്നു. തുറക്കുന്ന സമയത്ത് ഈ റിസർവ് ടാങ്ക് കുറച്ചുകൂടി കൂളൻ്റ് കൂടുതൽ വരുവാനേ സാധ്യതയുള്ളൂ. അപ്പം കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ ക്യാപ്പിൽ നിന്നൊക്കെ മുകളിലോട്ട് ഓവർഫ്ലോ ചെയ്ത് കളയുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് തുറന്ന് കാണിക്കാത്തത്. പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ റിസർവ് ടാങ്ക്, അതായത് ഈ കൂളൻ്റ് കുറയുന്ന സമയത്ത് ആദ്യം തുറന്ന് നോക്കേണ്ടത്, അതായത് വാഹനം തണുത്ത കാലാവസ്ഥയിൽ തണുത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇത് ക്യാപ്പ് ഓപ്പൺ ചെയ്യാവൂ. ഒരു കാരണവശാലും ചൂടുള്ള കാലാവസ്ഥയിൽ ഓപ്പൺ ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ ഓപ്പൺ ചെയ്ത ശേഷം കുറവാണെങ്കിൽ ഈ കാണുന്ന റേഡിയേറ്ററിൻ്റെ അകത്ത് കൂളൻ്റ് ഒഴിച്ച് ടോപ്പപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതല്ല, പീരിയോഡിക്കലായിട്ട് മാറ്റുവാനായിട്ട് ടൈം ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കൂളൻ്റ് മാറ്റുന്നതായിരിക്കും നല്ലത്. ഓരോ വാഹനത്തിനും നിശ്ചിത അളവ് കൂളൻ്റ് പറഞ്ഞിട്ടുണ്ട്. ഇത്ര ലിറ്റർ കൂളൻ്റ് ഒഴിക്കാവൂ, അല്ലെങ്കിൽ ഇത്ര ലിറ്റർ കൂളൻ്റ് മിക്സ് ചെയ്ത വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് ഒഴിക്കാവൂ എന്നൊരു റൂൾസ് ഉണ്ട്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ സർവീസ് ബുക്കിൽ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂളൻ്റ് കുറയുന്ന സമയത്ത് പല വാഹന ഉടമകളും ചെയ്യുന്ന രീതി ഈ റിസർവ് ടാങ്ക് തുറന്നിട്ട് ടോപ്പപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻജിൻ്റെ ഉള്ളിൽ ജ്വലനം നടക്കുന്ന സമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ കൂളൻ്റിൻ്റെ സർക്കുലേഷൻ നടക്കാതെ വരികയും പിന്നീട് എന്തെങ്കിലും സാഹചര്യത്തിൽ ടെമ്പറേച്ചർ വേരിയേഷൻ വന്നാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള തകരാറ് വന്നാലോ അറിയുവാനും പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്യും. ഒരു കാരണവശാലും ഫുള്ളിൻ്റെ മുകളിലോട്ട് കൂളൻ്റ് ടോപ്പപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. താഴെ മാത്രമേ നിൽക്കാവൂ. ഈ ലെവൽ കണക്കാക്കി, അത് താഴത്തെ ലെവൽ കണക്കാക്കി മാത്രമേ കൂളൻ്റ് ടോപ്പപ്പ് ചെയ്യാൻ പാടുള്ളൂ. തണുത്ത കാലാവസ്ഥയിൽ, എല്ലാ ദിവസവും തണുത്ത കാലാവസ്ഥയിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് റേഡിയേറ്റർ ഓപ്പൺ ചെയ്ത ശേഷം കൂളൻ്റിൻ്റെ ലെവൽ ചെക്ക് ചെയ്ത ശേഷം മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്യുവാനും ഓടുവാനും പാടുള്ളൂ. ഒരു കാരണവശാലും റേഡിയേറ്റർ തുറന്ന് ചെക്ക് ചെയ്യാതെ ഈ കാണുന്ന റിസർവ് ടാങ്കിൽ കൂളൻ്റ് ടോപ്പപ്പ് ചെയ്യുവാൻ പാടുള്ളതല്ല. അപ്പോൾ ആ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം. പീരിയോഡിക്കലായിട്ട് ഒരു നിശ്ചിത ടൈം പറഞ്ഞിട്ടുണ്ട് കൂളൻ്റ് റീപ്ലേസ് ചെയ്യുവാൻ വേണ്ടിയിട്ട്. ആ പീരിയോഡിക്കലായിട്ട് സമയാസമയം കൂളൻ്റ് റീപ്ലേസ് ചെയ്യുന്നത് വാഹനത്തിനും മറ്റ് എൻജിൻ പാർട്സുകൾക്കും നല്ലതാണ്. ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.